എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നേശുവേ എൻ ജീവനേ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ എന്നാശ നീ മാത്രമാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവും നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ നമുക്ക് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ്റെ മാതൃക പാപം ചെയ്യാത്തവൻ, വഞ്ചന പ്രവർത്തിക്കാത്തവൻ, ശകാരിക്കുന്നവരെ ശകാരിക്കാത്തവൻ, കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണിപ്പെടുത്താത്തവൻ, എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവൻ. ഈ യേശുക്രിസ്തു ആയിരിക്കണം ഓരോ വിശ്വാസിയുടെയും റോൾ മോഡൽ. നാം പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണമെന്ന എഫീസർ 5:1 പറയുന്നത്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കണം എന്ന് എഫേസ്യർ 5:9 പറയുന്നു. വിശ്വാസികൾ എല്ലാറ്റിലും ദൈവത്തെ അനുകരിക്കണം. എന്നാൽ ദൈവം ആരെന്നും എന്തെന്നും അറിയാതെ അവനെ അനുകരിക്കുവാൻ സാധിക്കില്ല. ദൈവം ആരാണ്? യോഹന്നാൻ്റെ 1-ാം ലേഖനം 4:16 പറയുന്നത്, ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ നൽകിയതിൽ കൂടിയാണ്. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങൾ. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ച് സ്നേഹിച്ചതുപോലെ നാമും സ്നേഹത്തിൽ നടന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുകാരികളായി തീരുകയുള്ളൂ. എഫേസ്യർ 5:2. 1 യോഹന്നാൻ 1:5 പറയുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അതായത് ദൈവത്തിൻ്റെ മുൻപിൽ ഇരുട്ടിനും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കും സ്ഥാനമില്ല. വെളിച്ചത്തിനും ഇരുട്ടിനും അതിൻ്റേതായ പ്രവൃത്തികളുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് തുടങ്ങിയവ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. എഫേസ്യർ 5:3-4 വാക്യങ്ങൾ. സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ. എഫേസ്യർ 5:10. വെളിച്ചത്തിൻ്റെ ഈ പ്രവൃത്തികളിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. മുമ്പേ നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ യേശു തൻ്റെ ജീവൻ നൽകി അന്ധകാര പ്രവൃത്തിയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നതിനാൽ 1 പത്രോസ് 2:9 ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. മക്കളും പ്രിയമക്കളുമുണ്ട്. എല്ലാവർക്കും പ്രിയമക്കളാകുവാൻ കഴിയില്ല. നാം അവൻ്റെ പ്രിയമക്കൾ ആകണം. അതിന് നാം ചെയ്യേണ്ടുന്ന ചില സംഗതികളുണ്ട് എന്ന് എഫേസ്യ ലേഖനം ഓർപ്പിക്കുന്നു. 1 എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിക്കായി സൽപ്രവൃത്തികൾക്കായിട്ടും ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനായിട്ടാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ അനേകർ ആണ്. എങ്കിലും അവരെല്ലാം പ്രിയമക്കളാണോ? അല്ല. പലരും സൽപ്രവൃത്തികൾ ചെയ്യുന്നത് സ്വന്തം പേരിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. സ്വന്തം പുകഴ്ചയ്ക്കായിട്ടല്ല, ദൈവനാമ പുകഴ്ചയ്ക്കായിട്ട് സൽപ്രവൃത്തികൾ ചെയ്യണം. അവരാണ് പ്രിയമക്കൾ. തീത്തോസ് 3:8 പറയുന്നത്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യണം, അപ്പോഴാണ് നാം പ്രിയമക്കളാകുന്നത്. എഫേസ്യർ 5:10-11 രണ്ടാമത് പറയുന്നു, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പങ്കാളികളാകാതെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ ശാസിക്കണം എന്ന്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദേശത്തിൻ്റെ കാവൽക്കാരായിരിക്കാനാണ്. കാവൽക്കാർ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം. തെറ്റിനെ ശാസിക്കാതെ
മൗനമായിരിക്കുന്നത് തെറ്റിനോട് പങ്കുചേരുന്നതിന് തുല്യമാണ്. അപ്പോൾ നാം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരും. തെറ്റിനെ ശാസിക്കുകയും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ തിരുത്തിക്കുകയും ചെയ്യുന്നവരാണ് കർത്താവിൻ്റെ പ്രിയ മക്കൾ. 3 എഫെസ്യർ 5:19-20 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. നമുക്ക് ലഭിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും നേടിയെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയ മക്കൾ, ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. 4 എഫെസ്യർ 5:21. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ആരും ആരെക്കാളും വലിയവരല്ല. താഴ്മയുള്ളിടത്ത് മാത്രമേ ദൈവം തൻ്റെ നന്മ പകരുകയുള്ളൂ. നാം താഴ്മയുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം പ്രിയമക്കൾ ആകുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ പരിശോധിക്കാം. നാം എല്ലാവരും മക്കളാണ്. എന്നാൽ പ്രിയമക്കൾ ആണോ? പ്രിയമക്കളായ ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കാം. കർത്താവേ, നിന്നെ അനുകരിക്കാതെ ചെയ്യേണ്ടത് പലതും ചെയ്യാതെയും ചെയ്താത്തത് പലതും ചെയ്തും ജീവിതം നയിച്ച് എന്നോട് ക്ഷമിച്ച് നിൻ്റെ പ്രിയമകനായി എന്നെ രൂപപ്പെടുത്തണമേ. ആമേൻ.